നമസ്കാരം, ഏവർക്കും ഹാജാസ് ക്ലാസ്സസിലേക്ക് ഹൃദ്യമായ ഹാർദമായ സ്വാഗതം. നമ്മൾ ഇന്ന് ഉദ്യോഗാർത്ഥികൾ പലരും കമൻറ്റിലൂടെ ചോദിച്ച കുറേ ചോദ്യങ്ങളുടെ സംശയങ്ങളും അതിനെക്കുറിച്ചുള്ളൊരു വിശദീകരണവും ഒക്കെ നൽകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. ഇന്ന് ഹാജാസ് ക്ലാസ്സിൻ്റെ ഈ വേദിയിൽ നമ്മളോടൊപ്പം പ്രശാന്ത് സാറാണുള്ളത്. ഹാജാസ് ക്ലാസ്സിൻ്റെ ഏറ്റവും മികച്ച ഒരു കറണ്ട് അഫെയർ കൈകാര്യം ചെയ്യുന്ന അധ്യാപകനാണ് നമ്മളോടൊപ്പം ഉള്ളത്. നിങ്ങൾക്ക് അദ്ദേഹത്തെ യൂട്യൂബിലൂടെയൊക്കെ വളരെ സുപരിചിതമായ അധ്യാപകനാണ്. സാറിന് ഈ 2025 എന്ന് പറയുന്നത് ഒരു ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ജോലി കിട്ടാൻ ഏറ്റവും സാധ്യതയുള്ള ഒരു വർഷമാണ്, അല്ലേ സാർ? അതെ അതെ ആണ്. ഇത്രത്തോളം വാക്കൻസികളും ഇത്രത്തോളം പരീക്ഷകളും വന്ന ഒരു ഇടക്കാലത്തൊന്നും ഇങ്ങനെ ഒരു വർഷം വന്നിട്ടില്ല. അപ്പോൾ അത്രത്തോളം വർഷങ്ങൾ വന്ന അത്രത്തോളം പരീക്ഷകൾ വരുന്ന ഒരു വർഷമാണ് 2025. ഉദ്യോഗാർത്ഥികൾ തീർത്തും ഉണർന്ന് പഠിക്കേണ്ട ഒന്നാണ്. പലരും നമ്മളോടൊക്കെ വിളിച്ച് ചോദിക്കാവുന്ന ഒരു ഇതെന്ന് പറയുന്നത്, സാർ അടുത്ത ഒരു പരീക്ഷ കഴിഞ്ഞ് എങ്ങനെയെങ്കിലുമൊക്കെ കോളാക്കിയിട്ട് അത് ചോദിക്കും, സാർ ഇനി അടുത്ത എന്നാണ് ഈ പരീക്ഷ വരിക? സാറേ, നമ്മൾ കഴിഞ്ഞ ഒരു 2023 ഹാജാസ് ക്ലാസ്സസ് എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഏകദേശം ഒരു 2500ഓളം കുട്ടികൾ അതിനകത്ത് ജോയിൻ ചെയ്യുകയും പഠിക്കുകയും ചെയ്തു. അതിൽ കുറേ കുട്ടികൾ നമ്മൾ പറയുന്നതനുസരിച്ചും അവരുടേതായ ഒരു സ്ട്രാറ്റജിയിലൊക്കെ അവരുടെ ആഗ്രഹങ്ങളും അവരുടെ ജീവിതത്തിലെ സാഹചര്യങ്ങളൊക്കെ കൊണ്ട് അവർ തന്നെ ഒരു മൈൻഡ് സെറ്റാക്കി അതിനെ ഫോളോ ചെയ്ത് പഠിച്ചു. പക്ഷെ കുറേ കുട്ടികളൊക്കെ പഠിക്കാതെ പോകും. പക്ഷേ അതിൽ ഏകദേശം ഒരു 200-250ഓളം കുട്ടികൾ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടു. അപ്പം കുറേ പിള്ളേർ അതിനിപ്പോൾ ഒരു പരീക്ഷ കഴിഞ്ഞിട്ട് ചോദിക്കും, ഇനി അടുത്ത പരീക്ഷ എന്നാണ് ചോദിക്കും. ഏതുപോലെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ യോദ്ധയിൽ ജഗതി ചോദിക്കുന്നവന് അടുത്തതിന് കാണാൻ പറയും. അതുപോലെയാണ് അടുത്തൊരു കാവിലെ പാട്ട് മത്സരത്തിന് കാണാം. അത് കഴിഞ്ഞാൽ പിന്നെ ചെസ് മത്സരമുണ്ട് ഇങ്ങനെ. പക്ഷേ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഒരു പരീക്ഷ എഴുതാൻ പോകുമ്പം ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്, ഞാൻ എപ്പോഴും പറയുന്നത്, ഒരു കാട്ടിൽ ഒരു സിംഹം. നമ്മളൊരു പരീക്ഷ എഴുതാൻ പോകുമ്പോൾ ഒരു വേക്കൻസി ആണെങ്കിലും അത് എനിക്കുള്ളതാണ് എന്ന് വിചാരിച്ച് പഠിക്കുക എന്നുള്ളതാണ്. സാർ, ഇനിയിപ്പോൾ 2020 കുറേ കുട്ടികൾ ചോദിക്കുന്നൊരു സംശയം എന്ന് പറയുന്നത്, 2025 ഇനി ഈ വർഷം ഏതൊക്കെ നോട്ടിഫിക്കേഷൻസ് വരാൻ സാധിക്കും? നമുക്ക് 10th ലെവലിൽ തന്നെ അത്യാവശ്യം നോട്ടിഫിക്കേഷൻ വരാനുണ്ട്. അതായത് നമുക്ക് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് ഉണ്ട്, വെബ്കോ LDC ഉണ്ട്, പിന്നെ കമ്പനി ബോർഡ് LGS നമ്മൾ ഈ വർഷം അവസാനത്തോടെ പ്രതീക്ഷിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ഇപ്പോൾ ഉള്ള 10th മെയിൻസിന്റെ സെക്രട്ടേറിയറ്റ് OA പരീക്ഷകൾ ഈ വർഷം നടക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഇപ്പം നമ്മുടെ അസിസ്റ്റന്റ് സെയിൽസ്മാന്റെ ഒരു എക്സാം. അപ്പൊ ഇതൊക്കെ നമുക്ക് ശരിക്കും ഒരു അവസരമാണ്. കാരണം LDC എക്സാം കഴിഞ്ഞു, അതിന് പഠിച്ചുകൊണ്ടിരുന്ന ആളുകൾ അടുത്ത പിന്നെ സെക്രട്ടേറിയറ്റിന്റെ 10th പ്രിലിംസ് എഴുതി കഴിഞ്ഞു. ഇപ്പൊ 4ാം ഘട്ടം കഴിഞ്ഞതേ ഉള്ളൂ. ഇനി അതിന്റെ മെയിൻസ് വരാൻ വേണ്ടി പോകും. ഒരു കണ്ടിന്യൂഷൻ ഇതെല്ലാം ഉണ്ട്. ഇത് ഉപയോഗപ്പെടുത്തിയ ഈ 2025 വരുന്ന എല്ലാ പരീക്ഷകളും ക്രാക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ ആ സീരിയസ്നെസ് ഉദ്യോഗാർത്ഥികൾക്ക് വേണം. അതാണ് പലരും എന്താണ് അവിടെ നിർത്തി, അല്ലെങ്കിൽ ഒരു ഒഴിവ്, അതിന് ഇത്രേ ഒഴിവുള്ളൂ, അത് കിട്ടില്ല എന്ന് പറഞ്ഞ് അങ്ങ് പോകും. അത് മാറ്റിയെടുത്ത് അവർ കണ്ടിന്യൂഷൻ കൊണ്ടുവന്നു കഴിഞ്ഞാൽ സുഖമായിട്ട് 2025 ഈ എക്സാം നടന്ന് 26-27 ആകുമ്പോഴത്തേക്ക് സർവീസ് കയറാൻ പറ്റും. പക്ഷെ അത് ആ ഒരു സീരിയസ്നെസ് ഇവർ കൊണ്ടുവരണം. അതാണ് പല പ്രശ്നം. അപ്പോൾ സാർ, ഞാൻ ചോദിക്കുന്നത്, നമുക്ക് 2025 ഈ ഒരു പരീക്ഷ നമുക്ക്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തസ്തി, നമുക്കിപ്പോൾ ഇന്നത് തന്നെ വേണമെന്നില്ലല്ലോ. നമുക്കൊരു ചെറിയ, പലരും വലിയ യോഗ്യതയുള്ളവരും വലിയ ക്വാളിഫിക്കേഷൻ ഉള്ളവരും പറയുന്നത് ഏതെങ്കിലും ഒരു ചെറിയ ജോലി LGS എങ്കിലും കിട്ടിയാൽ മതി എന്നാണ്. പക്ഷെ അവിടെ നിന്നുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, അടുത്തതിലോട്ട് പോകാൻ പറ്റും. പക്ഷേ ഇതെല്ലാം നമുക്കൊരു കുടക്കീഴിൽ, അല്ലെങ്കിൽ അതിന് ഒരു ഉദ്യോഗാർത്ഥി ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്, ഒരു എക്സാം ക്രാക്ക് ചെയ്യാൻ വേണ്ടി PSCയിൽ ഇറങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്തായിരിക്കും? നമ്മുടെ സിലബസ് ആണ്. ഇപ്പോഴത്തെ ഒരു രീതി വെച്ച് സിലബസും നമ്മുടെ PYക്ക്, അതായത് 2020 മുതൽ, കൊറോണയ്ക്ക് ശേഷം മുതലാണ് നമ്മുടെ പരീക്ഷാ ചേഞ്ചുകൾ നല്ല രീതിയിൽ വരുന്നത്. അപ്പൊ അതിനുശേഷം 2021 മുതൽ ഈ ഒരു അടുത്ത് വരെ 10th ലെവലിൽ നടന്ന 10th പരീക്ഷ എഴുതുന്നെങ്കിൽ 10th ലെവലിൽ നടന്ന ഈ ഒരു പരീക്ഷകളുടെ അതിന്റെ ചോദ്യ പേപ്പർ എടുത്ത് അതിന്റെ സിലബസും, കാരണം സിലബസ് നമുക്ക് ഏകദേശം ഒരു 90-95% സെയിം ആണ്. ചില സ്പെഷ്യൽ ടോപ്പിക് അങ്ങനെ ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ മാറ്റം വരുന്നുള്ളൂ. ബാക്കി എല്ലാം സെയിം ആണ്. അത് കൃത്യമായി ഒന്ന് ഫോളോ ചെയ്ത് ഈ രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും താരതമ്യം ചെയ്ത്, അതായത് ഹിസ്റ്ററിയിൽ ഇതിനു മുമ്പ് എത്ര ചോദ്യങ്ങൾ വന്നു, അത് സിലബസുമായി പൊരുത്തപ്പെടുന്നുണ്ടോ, ജോഗ്രഫി, എല്ലാ സബ്ജക്റ്റും അങ്ങനെ വെച്ചൊന്ന് പഠിച്ചു നോക്കിയാൽ നമുക്ക് ഏറ്റവും ഈസി ആയിട്ട് ഇത് ക്രാക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ ആരും ഇത് ചെയ്യൂല. പലർക്ക് പിന്നെ പല സ്ഥാപനങ്ങളിൽ നമ്മളിപ്പോ പറഞ്ഞു കൊടുക്കുന്ന പോലെ എല്ലാവരും പറയണമെന്നില്ലല്ലോ. ഇല്ല. ഈ ഒരു ഐഡിയ നമ്മൾ ഇവർക്ക് കൊടുക്കുന്നു, നമ്മൾ കൊടുക്കുന്ന ക്ലാസ്. അപ്പോൾ സാറേ, ഞാൻ ഈ കുട്ടികളിൽ കാണുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്, അവർക്ക് കൃത്യമായിട്ട് അവർ സിലബസ് കവർ ചെയ്യാതെയാണ് പല കുട്ടികളും പരീക്ഷ എഴുതാൻ പോകുന്നത്.
പിന്നെ ഞാൻ ചോദിക്കുന്നത് ഇപ്പം നമ്മളൊരു 2019 കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ഈ കൊറോണ കഴിഞ്ഞിട്ട് വരുന്ന PSCയിലാണ് പരീക്ഷയിലാണ് ഒബ്ജക്റ്റീവിൽ നിന്നും നമ്മൾ മാറുന്നത്, സ്റ്റേറ്റ്മെന്റ് വഴിയിലോട്ട് വരുന്നത്. പക്ഷെ ഇപ്പോഴും പല കുട്ടികളും ഒബ്ജക്റ്റീവ് ടൈപ്പ് മാത്രം പ്രാക്ടീസ് ചെയ്യുന്ന പിള്ളേരുണ്ട്. സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻ അവർ കളയും, നെഗ്ലക്ട് ചെയ്യും. എന്നിട്ട് ഈ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ മാത്രം അവർ പ്രാക്ടീസ് ചെയ്യും. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കുറച്ചു കാലമായി PSC നിൽക്കുന്നു. അപ്പോൾ അതിനകത്ത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇതിൻ്റെ മർമ്മം എന്ന് പറയുന്നത് ഇംഗ്ലീഷ്, മലയാളം, മാത്സ് തന്നെയാണ്, അല്ലേ? പക്ഷേ ഇപ്പം നമുക്ക് കുറച്ച് കൂടുതൽ ഇംഗ്ലീഷ്, മലയാളം, മാത്സിനോടൊപ്പം ചേർത്ത് വെക്കാൻ പറ്റുന്ന ഒരു വിഷയമായി കറണ്ട് അഫയർസ് മാറി. തീർച്ചയായും. അപ്പം നമുക്ക് നമ്മളിപ്പോൾ വരാനിരിക്കുന്ന സെക്രട്ടറി അസിസ്റ്റന്റ് പരീക്ഷ എടുത്താലും പരീക്ഷ ഭയങ്കര ഉന്നത നിലവാരമുള്ള ഒരു പരീക്ഷയായിരിക്കും. ഈ പരീക്ഷയിൽ തന്നെ പല ആൾക്കാരും വേഗം വൈഡുമായിട്ടുള്ള ഐഡിയ പറഞ്ഞു കൊടുക്കും. നിങ്ങൾ ശ്രീധരമേനോൻ്റെ പുസ്തകം, നിങ്ങൾ അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷനിൽ വേറെ മറ്റൊരു പുസ്തകം, നിങ്ങൾ ഈ പുസ്തകത്തിൻ്റെ പുറകെ പോകുന്ന കുറേ പിള്ളേരുണ്ട്. പക്ഷേ അതിന് പകരം നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് തന്നിരിക്കുന്ന സിലബസിനോട് നീതി പുലർത്തുന്ന ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യുക. രണ്ടാമത് ഈ ഡിഗ്രി ലെവലിലുള്ള ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പാറ്റേൺ. ഇപ്പം ഞാനിപ്പോൾ നമ്മുടെ ചാനലിൽ ഒരു ഡിഗ്രി ലെവലിൻ്റെ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ വെച്ചിട്ട് കുട്ടികൾക്ക് ഏതെല്ലാം മേഖലയിൽ നിന്നാണ് ചോദ്യം വരുന്നതെന്ന് പറയാൻ വേണ്ടിയിട്ട് ഒരു സെഗ്മെൻറ്റ് തുടങ്ങാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നോക്കിയപ്പോൾ എനിക്ക് കുറേ ക്വസ്റ്റ്യൻ സോർട്ട് ചെയ്തപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഇവിടെ നിന്നൊക്കെയാണ് ചോദ്യം വരുന്നത്. ഇത് ആദ്യം ഒരു കുട്ടി മനസ്സിലാക്കണം. സാർ, ഇതുപോലെ സാറിന് എന്താണ് ഈ ഒരു കുട്ടിയുടെ ഭാഗത്തു നിന്നും പ്രധാനമായിട്ടുണ്ടാകുന്ന ഒരു ഫോൾട്ട് ആയിട്ട് തോന്നിയിട്ടുള്ളത്? അതായത് നമ്മൾ ഡിഗ്രി ലെവലിലേക്ക് നോക്കുമ്പോൾ സെക്രട്ടറി അസിസ്റ്റന്റ് നോക്കാം, 50 മാർക്കിന്റെ MEM ആണ് നമ്മൾ കൊടുക്കുന്ന MEM ആണ്. അതായത് മാത്സ്, ഇംഗ്ലീഷ്, മലയാളം, ഈ 50 മാർക്ക് കൃത്യമായി പഠിച്ചു കഴിഞ്ഞാൽ ഒരാൾക്ക് ഒരു 40-ന് മുകളിൽ സ്കോർ ചെയ്യാൻ പറ്റും. അതെ, നമ്മുടെ ഇതുവരെ നടന്ന പ്രിലിംസിന്റെ കട്ട് ഓഫ് നോക്കുക, 50-ന് മുകളിൽ പോയിട്ടില്ല. ഡിഗ്രി ലെവലിൽ 50-ന് മുകളിലേക്ക് കട്ട് ഓഫ് വരില്ല. അപ്പൊ എന്ത് ചെയ്യാം, ആ ഒരു റേഞ്ചിൽ നമുക്ക് ഈ ഒരു MEM പഠിച്ചാൽ തന്നെ നമുക്ക് അവിടെ കിട്ടും. പിന്നെ നമ്മൾ GK നമുക്ക് അത്യാവശ്യം ഒരു ബാക്കി 50-ൽ നമുക്ക് കറണ്ട് അഫയേഴ്സ് ഉൾപ്പെടെ ഒരു 20 മാർക്ക് പഠിച്ചാൽ പ്രിലിംസ് ക്ലിയർ ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞ് നമ്മൾ പിന്നെ മെയിൻസ് ആണ് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്, അതാണ് ഏറ്റവും കൂടുതൽ വരുന്നത്. പക്ഷെ ഇതല്ല പലരും ചെയ്യുന്നത്. ഇപ്പൊ ഈ സാറ് പറഞ്ഞതുപോലെ മറ്റു ബുക്കുകളൊക്കെ വായിച്ച് അതിൽ എന്താണ് കൂടുതൽ സമയം കളഞ്ഞ്, കാരണം ഇത് പരന്ന വായന വേണമെന്നാണ് ഈ GK എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സാറേ, ചില ആൾക്കാർക്ക് ഇപ്പം ഞാനൊരു പഠിതാവാണെങ്കിൽ എനിക്ക് ഇംഗ്ലീഷ് പഠിക്കുന്നതിനേക്കാൾ കൂടുതൽ താല്പര്യമായിരിക്കും കേരള നവോത്ഥാനം പഠിക്കുക എന്നുള്ളത്. അപ്പോൾ പല കുട്ടികളും നമുക്ക് മാർക്ക് റേഞ്ച് നോക്കാതെ വിഷയങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കും. ഇപ്പൊ കേരള നവോത്ഥാനം പൊതുവെ എല്ലാവർക്കും പഠിക്കാനും ഒക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള ഒരു സബ്ജക്റ്റാണ്. കേരള നവോത്ഥാനമാണെങ്കിൽ അതേപോലെ സയൻസ് സബ്ജക്റ്റിൽ ബയോളജി എടുത്തു കഴിഞ്ഞാൽ കുറച്ച് പഠിക്കാൻ അവർക്ക് ഇൻട്രസ്റ്റ് ആണ്. പക്ഷെ അതേപോലെ ഫിസിക്സ് പഠിക്കാൻ ഇൻട്രസ്റ്റ് അല്ല. അതുപോലെ തന്നെ ഹിസ്റ്ററി പഠിക്കുന്നത് പോലെ ജോഗ്രഫി ആൾക്കാർ പഠിക്കില്ല. ഇപ്പൊ ഇവിടെ നമ്മൾ ഈ പറഞ്ഞതുപോലെ ഈ എല്ലാ വിഷയങ്ങളുടെ മാർക്കൊരു പ്രധാന കാര്യമാണ്. ഇപ്പം 100-ൽ 90 മാർക്കിനും ചോദിക്കുന്നത് മാത്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ഹിസ്റ്ററി കൊണ്ട് നടന്നിട്ട് കാര്യമില്ല. പക്ഷെ സാർ അവിടെ ഒരു ഇതെന്ന് പറയുന്നത് ഇപ്പൊ ഈ 50 മാർക്കിന്റെ ഈ ഒരു ടോപ്പിക് നമ്മൾ പറഞ്ഞു. പക്ഷേ നമുക്ക് ഹിസ്റ്ററി, ജോഗ്രഫി, പിന്നെ നമ്മുടെ എക്കണോമിക്സ് അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ, ഇപ്പൊ കോൺസ്റ്റിറ്റ്യൂഷൻ പഠിക്കുന്ന ഏറ്റവും നല്ല വേർത്താണ്. കാരണം എന്ന് വെച്ചാൽ മെയിൻസിന് നമുക്ക് വലിയൊരു ഭാഗമുണ്ട്. അപ്പൊ ഈ ആവശ്യമില്ലാത്ത കുറച്ച് കാര്യങ്ങൾ ഈ പറഞ്ഞ പോലെ നമുക്ക് ഇതിൽ മെയിൻസിന് വേണ്ടാത്ത കുറച്ച് കാര്യങ്ങൾ അത് കുറച്ചൊന്ന് മാറ്റി നിർത്തി ബാക്കി ഈ MEM ബാക്കി ഈ കോൺസ്റ്റിറ്റ്യൂഷൻ, ഹിസ്റ്ററി പോലത്തെ പഠിച്ചു കഴിഞ്ഞാൽ അവിടെ രണ്ടിനും ഉപകാരപ്പെടുന്ന രീതിയിലേക്ക് മാറും. 2025 എന്ന് പറയുന്നത് നിങ്ങൾ കുറച്ചൊന്നൊരു അല്പം ബുദ്ധിയോടെ പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇന്ന് PSC പരീക്ഷ ഇനി വരുന്ന പരീക്ഷ PSC ഏത് ലെവലിലാണ് ചോദിക്കാൻ പോകുന്നതെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഏത് ഒബ്ജക്റ്റ് ചിലപ്പം ഒരൊറ്റ സ്റ്റേറ്റ്മെന്റ് പോലും ഇല്ലാതെ എല്ലാം ഒബ്ജക്റ്റീവ് ആയിരിക്കാം. ചിലപ്പോൾ ഈ പറയുന്നത് പോലെ എല്ലാം സ്റ്റേറ്റ്മെന്റ് ആയിരിക്കാം. ഇങ്ങനെ PSC അങ്ങനെ പ്രത്യേകിച്ച് ഇത്ര ഒബ്ജക്റ്റീവ് ഉണ്ടാവും, ഇത്ര സ്റ്റേറ്റ്മെന്റ്, അങ്ങനെയൊന്നും PSC ഒരു ഡെഫിനിഷനും പറഞ്ഞിട്ടില്ല. നമ്മുടെ ഈ അധ്യാപക തസ്തികൾക്ക് എഴുത്തു പരീക്ഷ കൊണ്ടുവരണമെന്ന് പറയുന്നുണ്ട്, അംഗീകരിച്ചിട്ടില്ല അത് പറയുന്നുണ്ട്. ഇനിയിപ്പോ പരീക്ഷകൾ പല രീതിയിലേക്ക് മാറാം. ഇപ്പൊ നമുക്കറിയാം ഈ വേക്കൻസികൾ വെട്ടിക്കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇനി നമ്മൾ പഴയതുപോലുള്ള നിയമനങ്ങൾ പ്രതീക്ഷിക്കണം. പക്ഷെ നമുക്ക് ജോലി കിട്ടണമെങ്കിൽ നമ്മളൊരു നിശ്ചിത റാങ്കിനുള്ളിൽ വരണം. അതിന് ഏറ്റവും നല്ല ക്ലാസ്, നല്ല കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്താൽ മാത്രമേ നമുക്ക്. ഇവിടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഹാജാസ് ക്ലാസ്സസ് എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ ഉണ്ട്. ഈ ആപ്ലിക്കേഷനിൽ നമ്മൾ ഇപ്പോൾ ചെയ്തൊരു കാര്യം സാറിന് അറിയാവുന്ന നമുക്ക് ഏകദേശം 2000 LP-UP ബാച്ചിന് വേണ്ടിയിട്ട് കംപ്ലീറ്റ് ക്ലാസ്സുകൾ നമ്മൾ റെക്കോർഡ് ചെയ്തു, ലൈവ് കൊടുത്തു. സാർ ആ കംപ്ലീറ്റ് ക്ലാസ്സുകൾ നമ്മൾ സെക്രട്ടറിയേറ്റ് അസിസ്റ്റന്റ് നിന്ന് റിമൂവ് ചെയ്തു. കംപ്ലീറ്റ് അല്പ ക്ലാസ്സുകൾ മാത്രം എടുത്തിട്ട് ഒരു 80% ക്ലാസ്സും നമ്മൾ റീപ്ലേസ് ചെയ്തു, മാറ്റി. കാരണം നമുക്കറിയാം അത് ഒരു സെക്രട്ടറിയേറ്റ് അസിസ്റ്റന്റ് ക്ലാസ് പരീക്ഷ എഴുതാൻ അത് പോരാ, അതിന് വേറെ ലെവൽ ക്ലാസ് വേണം. അതിന് ക്ലാസ്സിൽ അങ്ങനെയാണ് നമ്മൾ പ്രശാന്ത് സാർക്ക് നമ്മുടെ പ്ലാറ്റ്ഫോമിലേക്ക് വരുന്നത്. ആ ഒരു ലെവലിലുള്ള
അതായത് സബ്ജക്റ്റ് എക്സ്പേർട്ടുകൾ വേണം. എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ എടുക്കുന്നു. അപ്പോൾ ആ കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മൾ അന്വേഷിക്കണം, കേരളത്തിൽ ഏറ്റവും നന്നായിട്ട് ക്ലാസ് എടുക്കുന്ന ആരാണ്, അല്ലെങ്കിൽ ഏറ്റവും നന്നായിട്ട് റെഫർ ചെയ്ത് പഠിപ്പിക്കുന്ന ആരാണ്, അയാളുടെ പ്രസന്റേഷൻ മോഡ് ഇത്തിരി താന്നു പോയാലും ഏറ്റവും ഡെപ്തിൽ ആരാണ് ക്ലാസ് എടുക്കുന്നതെന്ന് വേണം. അവിടെയാണ് നമ്മുടെ പോയിന്റ്. അല്ലെങ്കിൽ എന്തെന്നറിയാമോ, ഈ ഉദ്യോഗാർത്ഥി അത്ര എഫേർട്ട് എടുക്കേണ്ടി വരും. അധ്യാപകൻ വീക്കാണെങ്കിൽ ഉദ്യോഗാർത്ഥി അത്രത്തോളം ഉയർന്ന് പഠിക്കേണ്ടി വരും. ഇപ്പം ഞാൻ എടുക്കുന്ന വിഷയം സയൻസ് ആണ്, കെമിസ്ട്രി ആണെങ്കിൽ കെമിസ്ട്രിയിൽ ഞാൻ നിങ്ങൾക്ക് പീരിയോഡിക് ടേബിളിന്റെ 95% കാര്യങ്ങളും നിങ്ങളിൽ എത്തിച്ചാൽ നിങ്ങൾ 5% കൂടെ തിരഞ്ഞ് കണ്ടുപിടിച്ചാൽ മതി. ഞാൻ 50% ആണ്, എൻ്റെ ബേസിക് കാര്യങ്ങൾ മാത്രമേ എനിക്ക് അറിയാവൂ. ഞാൻ നന്നായിട്ട് പ്രസന്റ് ചെയ്യുന്നു. പക്ഷെ അവിടെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ 50% പഠിക്കേണ്ടി വരും. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ആ പരീക്ഷ ക്രാക്ക് ചെയ്യാൻ പറ്റില്ല. ക്ലാസ് കേൾക്കുമ്പോൾ രസമായിരിക്കും, ഭയങ്കര ഇംപ്രസീവ് ആയിരിക്കും. പലപ്പോഴും ഇപ്പോഴത്തെ ഉദ്യോഗാർത്ഥികൾ, അതായത് യൂട്യൂബിലൊക്കെ ക്ലാസ്, ഇത് കിട്ടില്ല ക്ലാസ് ആണ്, അല്ലെങ്കിൽ ആ വേ ഓഫ് പ്രസന്റേഷൻ അങ്ങനെയാണെങ്കിൽ, പക്ഷെ നമുക്ക് ആ കിട്ടുന്ന കോണ്ടന്റ് എങ്ങനെയാണെന്ന് അറിയില്ല. കോണ്ടന്റാണ് പ്രശ്നം, അവിടെയാണ് പ്രശ്നം. അപ്പൊ നമ്മളൊരു പരീക്ഷ ഇനി എഴുതാൻ പോകുമ്പോൾ എനിക്കും നമ്മൾ സാറിനും ഒക്കെ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, നിങ്ങളെ നന്നായിട്ട് ഇതിനകത്ത് നയിക്കാൻ ഒരാൾ വേണം. അതെ, തീർച്ചയായും വേണം. ഇപ്പം നമ്മൾ ആരെങ്കിലും ഒരാൾ നിങ്ങളെ നയിക്കണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ നയിക്കപ്പെടാൻ ഒരാളുണ്ടെങ്കിൽ അയാളെ നിങ്ങൾ നല്ലൊരു വിശ്വാസം അർപ്പിക്കണം. ഇപ്പം നിങ്ങളൊരു ക്ലാസ്സിൽ പോകുന്നുണ്ട്, നിങ്ങൾക്ക് അവിടെ ഒരു മെൻറ്ററുണ്ട്, അദ്ദേഹത്തിന് നിങ്ങൾക്ക് 100% നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, നിങ്ങളെ പേരെടുത്ത് വിളിച്ച് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, നമ്മുടെ ആപ്ലിക്കേഷനിൽ എല്ലാവരും നമ്മൾക്കറിയാം, വ്യക്തമായിട്ട് അറിയാം. കുറച്ച് കുട്ടികളെ ഉള്ളൂ, പക്ഷേ ക്ലാസ്സുകളെല്ലാം പുതിയ ക്ലാസ്സുകളാണ്. കൃത്യമായി PDF നോട്ട്, കൃത്യമായ പരീക്ഷകൾ, മെൻറ്റർഷിപ്പ്. പിന്നെ അത് വേറൊരു പ്രത്യേകത എന്ന് പറയാം സാറേ, ഇതിനകത്ത് ഈ ആപ്ലിക്കേഷൻ എടുക്കുന്നവർ ഫോൺ ചെയ്താൽ എടുക്കുന്നത് ടെലികോളർ അല്ല, നമ്മൾ തന്നെയാണ്. ഞാൻ തന്നെ എടുക്കുന്നത്, അല്ലെങ്കിൽ സാർ എടുക്കുന്നത്. ഇങ്ങനെ നമ്മുടെ നമ്പറാണ് കുട്ടികൾ കൊടുക്കുന്നത്. നിങ്ങൾ വിളിച്ചോളൂ എന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് 24 hours വിളിക്കാം, നിങ്ങൾക്ക് എന്ത് ഡൗട്ടും ചോദിക്കാം. ഇതിനകത്ത് വേറെ കള്ളത്തരങ്ങളൊന്നുമില്ല. നിങ്ങൾക്ക് വളരെ ഇനി വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പം നിലവിൽ ഇതൊരു ഭയങ്കര ബിസിനസ്സായി. ആണല്ലോ സാറേ, ഭയങ്കര ബിസിനസ്സാണ്. അതായത് PSC മേഖല മൊത്തം ബിസിനസ്സാക്കി. അപ്പം ബിസിനസ് ആക്കുമ്പോൾ നമ്മൾ ചോദിക്കും, നിങ്ങൾ നടത്തുന്ന ബിസിനസ് അല്ലേ എന്നൊരു ചോദ്യം സ്വാഭാവികമായിട്ടുണ്ട്. നിങ്ങൾ തീർച്ചയായിട്ടും നമ്മൾ നടത്തുന്ന ബിസിനസ്സാണ്. പക്ഷേ നമ്മൾ ഇതിനകത്തൊരു എന്താ പറയുക, ഒരു ന്യായം എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. നമ്മളും ഉദ്യോഗാർത്ഥികളായിരുന്നു, നമ്മളും സ്റ്റുഡൻ്റ് ആയിരുന്നു. അപ്പോഴൊക്കെ നമ്മൾ ഫീസ് കൊടുക്കാൻ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. പലപ്പോഴും പല സ്കൂളുകളിലും നമ്മൾ ആഗ്രഹിച്ചിട്ടുണ്ട്, അവിടെ നമുക്ക് ജോയിൻ ചെയ്യാൻ കഴിഞ്ഞില്ല. കാരണം നമുക്കന്ന് ഈ ഫീസ് കൊടുക്കാനില്ല. ഇപ്പം സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന് മിനിമം നമുക്കൊരു കേരളത്തിലെ മുഴുവൻ സ്ഥാപനങ്ങൾ എടുത്താലും സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പ്രോപ്പറായിട്ട് ക്ലാസ് കൊടുക്കുന്ന സ്ഥലത്ത് ഒരു എബോവ് 15,000 എന്തായാലും ഉറപ്പായിട്ടുണ്ട്. എബോവ് 15,000 ഇല്ലാതെ ഒരിടത്തും ഒരു സ്ഥാപനവും ക്ലാസ് കൊടുക്കാൻ പറ്റൂല. നിലവിൽ അങ്ങനെയാണ്. നിങ്ങൾക്ക് ഇനിയിപ്പോൾ നമ്മൾ അവരെ ഒന്നും കുറ്റം പറയുന്നതല്ല. അവർക്ക് റെന്റ് കൊടുക്കണം, അവർക്ക് ടാക്സ് കൊടുക്കണം, അവർക്ക് അധ്യാപകർക്ക് സാലറി കൊടുക്കണം, അവർക്ക് ഓഫീസ് സ്റ്റാഫ് ഉണ്ട്, അവർക്ക് ബാക്കിയുള്ള എല്ലാ ഫെസിലിറ്റിയും അവർ പ്രൊവൈഡ് ചെയ്യുമ്പം അവർക്ക് എന്തെങ്കിലും പ്രോഫിറ്റ് കിട്ടണം. ഇത് വെച്ചിട്ടാണ് അവർ നോക്കുന്നത്. അവരൊന്നും കുറ്റം പറയുന്നില്ല. പക്ഷെ ഓൺലൈനിൽ നമുക്ക് ട്രിവാൻഡ്രത്ത് ബേസ് ചെയ്തിട്ടുള്ള പല ഓൺലൈൻ ക്ലാസ്സുകളിലും ഇതേപോലെ ഒരു മിനിമം ഫീസ് എന്തായാലും സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് ഉണ്ട്. പക്ഷെ ഞാൻ എന്തെന്ന് പറയുക സാറേ, ഞാൻ ഇതിനകത്ത് ചെയ്തത് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് എനിക്ക് പ്രോഫിറ്റ് വേണ്ട എന്ന് തീരുമാനിച്ചുകൊണ്ട് ഞാനൊരു ഫീസ് നിശ്ചയിച്ചു. ആ ഫീസ് എത്രയായിരിക്കും സാർ പറഞ്ഞോ? ഇപ്പം പലരും 5,000 ആ റേഞ്ച്, 6,000 ഏറ്റവും കുറഞ്ഞത് 6,000 രൂപയ്ക്ക്. സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് കുറഞ്ഞ ഫീസ് 6,000 ആണ്. പ്രിലിംസും മെയിൻസും ഒരു പല ആപ്ലിക്കേഷൻകാർ പ്രിലിംസ് മാത്രമേ 5,000 രൂപ കൊടുക്കുന്നുള്ളൂ. എടാ, നിങ്ങൾക്ക് തരുന്ന ശ്രദ്ധിച്ച് കേൾക്കുക, 6,000 രൂപ എന്നോ 10,000 രൂപ എന്നോ അല്ല. നിങ്ങൾ ഈ കോഴ്സ് കണ്ടാൽ 100% നിങ്ങൾക്കിത് എബൌട്ട് 10,000 എന്തായാലും ഫീസ് കൊടുത്ത് പഠിക്കേണ്ട ഒരു ആപ്ലിക്കേഷനായിട്ട് തോന്നും. നമുക്കിതിനകത്ത് ഏകദേശം സാറേ 1000-ഓളം 1000 അല്ല 1200 കൂടുതൽ വീഡിയോ ക്ലാസ് ഇപ്പോഴുണ്ട്. അതായത് നിങ്ങളുടെ മെയിൻസ് എക്സാം എത്തുമ്പോൾ ഇത് 1500 കഴിയും. ഇത്രത്തോളം വീഡിയോ ക്ലാസ് നിങ്ങൾക്ക് ഏത് സബ്ജക്ട് നമുക്ക് റെക്കോർഡല്ലേ സാറേ? റെക്കോർഡ് ലൈവ് വേറെ ഉണ്ട്. ഇംഗ്ലീഷ്, മലയാളം, മാത്സ്, കറണ്ട് അഫെയർ ലൈവ് ഉണ്ട്. കറണ്ട് അഫെയർ നിങ്ങൾ ഒരു 6 മാസം ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ലൈവ് 100 മാർക്കിന്റെ പരീക്ഷകൾ വരും. സാറ് നടത്തുന്നത്. സാർ ഇരുന്നിട്ടാണ് നിങ്ങൾക്ക് പരീക്ഷ ഇടുന്നത്. സാർ അതിന്റെ റിലേറ്റഡ് ഫാക്ട് എല്ലാം പറഞ്ഞു തരും. അതേപോലെ മലയാളം, ഇംഗ്ലീഷ്, മാത്സ് പഠിപ്പിക്കുന്ന മലയാളം എടുക്കുന്ന ഒരു ഗീതു ടീച്ചറാണ്. അതായത് നമ്മുടെ തിരുവനന്തപുരത്ത് NSS കോളേജിലെ ലെക്ചറാണ്. അവർ ഡോക്ടറേറ്റ് ആണ്. അവരാണ് നമുക്ക് മലയാളം എടുക്കുന്നത്. മലയാളത്തിലെ ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും അവർക്കറിയാം. അതുപോലെ തന്നെ തിരുവനന്തപുരത്ത് ഈ പ്രധാനപ്പെട്ട പ്രശസ്തമായ സ്ഥാപനങ്ങളിലെ 3 അധ്യാപകരാണ് അതിനകത്ത് കോണ്ടന്റ് കംപ്ലീറ്റ് എടുത്തിരിക്കുന്നത്. ഈ ടീച്ചർ എന്ന് പറഞ്ഞാൽ എൻ്റെ മലയാളത്തിൻ്റെ മെൻറ്ററാണ്. ഇംഗ്ലീഷ് റിയാസാറാണ്. റിയാസാറും ഒരു BEd കോളേജിലെ അധ്യാപകനാണ്, ഇംഗ്ലീഷ് അധ്യാപകനാണ്. അപ്പോൾ ഇങ്ങനെ ഒരു നല്ലൊരു ടീമാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. സയൻസും മാത്സും ഞാനാണ് എടുക്കുന്നത്. സാർ കറണ്ട് അഫെയറും എടുക്കുന്നു, കോൺസ്റ്റിറ്റ്യൂഷനും ഒരു ഭാഗവും സാർ
ഇങ്ങനെ പഠിപ്പിക്കുന്നത്. സയൻസ് ആൻഡ് ടെക്നോളജിയുടെ ഒരു പാർട്ട് സാർ എടുക്കുന്നുണ്ട്. നമ്മൾ നിങ്ങൾക്ക് തരുന്ന ഫീസ് എന്ന് പറയുന്നത് 20,000 10,000 5,000 അല്ല. നിങ്ങൾക്ക് വളരെ കുറഞ്ഞ ഫീസിലാണ് നമുക്ക് ഈ കോഴ്സ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അതായത് ഇന്ന് ഈ വീഡിയോ ക്ലാസ് കണ്ട് വരുന്ന കുട്ടികൾക്ക് ന്യൂ ഇയറിന് നമ്മളൊരു ഓഫർ കൊടുത്തിട്ടുണ്ടായിരുന്നു 1999 രൂപ. ഇനി നമ്മുടെ ഈ വീഡിയോ ക്ലാസ് കണ്ടുവരുന്ന ആദ്യത്തെ 100 കുട്ടികൾക്ക് നമുക്ക് ആ ഫീസ് തന്നെ കൊടുക്കാം. 1999 രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാം. ഇതിനോടൊപ്പം ഒരു GST കൂടെ ഉണ്ടാവും. അത് വളരെ ചെറിയൊരു എമൗണ്ട് ആണ്. GST കൂടെ ഉണ്ടാവും. അതും കൂടെ അടച്ച് നിങ്ങൾക്ക് ഈ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ 1ാം ഘട്ടം കഴിഞ്ഞു. ഇനി നിങ്ങളുടെ കോഴ്സ് എടുത്തു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഈ പ്രിലിംസ് പാസ്സാൻ പറ്റും? അതില്ല. നിങ്ങൾ പഠിക്കാൻ കൂടെ നമ്മൾ കോഴ്സ് എടുത്തു പിന്നെ അങ്ങോട്ട് തിരിഞ്ഞു നോക്കത്തില്ല. പിന്നെ ഏതെങ്കിലും ഗ്രൂപ്പിൽ കയറിയിട്ട് അവിടെ നോക്കുമ്പോൾ ഇത് കണ്ടില്ലല്ലോ അത് കണ്ടില്ല അതിന് പുറകുന്നത് അവർ ക്ലാസ് ഫോളോ ചെയ്യൂല. പകരം അവർ ഇത് അങ്ങനെ പോകരുത്. നമ്മൾ തരുന്ന ടൈം ടേബിൾ കൃത്യമായിട്ട് നിങ്ങൾ ഫോളോ ചെയ്യണം. പിന്നെ രണ്ടാമതൊരു കാര്യം, അസിസ്റ്റന്റ് സെയിൽസ്മാൻ ഒരു കൊച്ചു പരീക്ഷയാണ് അല്ലേ സാർ? അപ്പൊ അതിനും ഇതേപോലെ അതില് നമുക്ക് അറിയാം നെഗറ്റീവാണ് പലരും. കാരണം അതിന് പിന്നെ വേക്കൻസി ഇല്ല. പല സ്ഥലത്ത് 29 വേക്കൻസി വന്നു, ഏറ്റവും കുറഞ്ഞത്. ആ 29 ഒരാൾ നമ്മളായാൽ പോലെ അതേ വേണ്ടു, അത്രേ ഉള്ളൂ. ഇനിയിപ്പോ കാരണം അവിടെ പല പ്രശ്നങ്ങളുണ്ട്. അത് മിക്കവാറും ഈ വർഷത്തോടെ മാറുമായിരിക്കും. അടുത്ത ഇതില് വരുമ്പോഴത്തേക്ക് ചിലപ്പോ ഈ 100 തിരുവനന്തപുരത്ത് 200 മുകളിൽ വേക്കൻസി വന്നു. ആ 200 ഒരാളായിരുന്നെങ്കിൽ ജോലിക്കാരാണ്. അത് നമ്മളിപ്പോ അങ്ങനെയൊക്കെ ചിന്തിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ 29 സീറ്റല്ലേ അല്ലെ 50 പേരെ അല്ലേ എടുക്കുള്ളൂ. അതിലൊരാൾ ഞാനാവും. അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ 11 പേരെ അല്ലേ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ കളിക്കാൻ ഇറങ്ങുള്ളൂ. എത്ര കോടി ജനങ്ങളുണ്ട് ഇവിടെ. പരീക്ഷ സാർ അതെ 31 വേക്കൻസിയാണ്. അത്രയാണ് ഇപ്പൊ വരുന്ന 31 വേക്കൻസിയാണ്. പക്ഷെ അതില് 3 പേർക്ക്, അതായത് നമ്മുടെ ഗസറ്റഡ് റാങ്കിന് മുകളിലുള്ളവരുണ്ട്, പിന്നെ സർവീസ് കയറിയവരുണ്ട്, എല്ലാത്ത കോമൺ ആയിട്ടാണ്. ഈ 3നും ഡിവൈഡ് ചെയ്തിട്ടാണ് കൊടുക്കുക. അതെ അതെ. കഴിഞ്ഞ തവണ നമുക്കറിയാം 35 കിട്ടിയത്. 35 പോയത്. ആ 35 ഒരാളാകെ എത്ര പേരാണ് മത്സരിക്കുന്നത്? 31 വേക്കൻസിക്ക് 31 പേരാണോ മത്സരിക്കാൻ വരിക? അപ്പൊ നമ്മൾ വിചാരിക്കേണ്ടത് നമുക്കാണ് ഇതിൽ ഒരാൾ ഞാനാണ് എന്ന് വിചാരിക്കുക. നിങ്ങൾ പഠിക്കുക. ലക്ഷ്യമിടേണ്ടത് 1ാം റാങ്കാണ്. അതെ ലക്ഷ്യം ഇടേണ്ടത് 1ാം റാങ്ക്. ആ 1ാം റാങ്ക് നമ്മൾ ലക്ഷ്യമിടുമ്പോൾ നമുക്ക് 4 5 അല്ലെങ്കിൽ ചിലപ്പോൾ 1 തന്നെ കിട്ടും. അതെ, നിങ്ങൾ പേടിക്കേണ്ട ഒരു കാര്യമില്ല. നമ്മളെപ്പോഴും നമ്മുടെ ഈ ഉദ്യോഗാർത്ഥികളുടെ വേറൊരു പ്രശ്നമാണ് സാർ, എപ്പോഴും എനർജി ലോസ് ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? എനർജി ഒന്ന് കൊടുക്കണം. അതാണ് മോട്ടിവേഷൻ. ചുമ്മാ എന്തെങ്കിലും വളവളാ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. നിങ്ങളുടെ പോരായ്മ മനസ്സിലാക്കി, ഓരോ ഇൻഡിവിജ്വലും ഡിഫറെൻ്റ് ആണ്. അപ്പം നിങ്ങളുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ എനർജി നഷ്ടപ്പെടുത്തുന്ന ഫാക്ടർ ചിലപ്പോൾ നിങ്ങളുടെ വീട്ടിൽ എന്തെങ്കിലും കാര്യങ്ങളായിരിക്കാം, ചിലപ്പോൾ നിങ്ങൾക്ക് പഠിക്കാനുള്ള ഒരു ടെൻഡൻസി കുറവായിരിക്കാം, എന്തെങ്കിലും കാണും. എല്ലാവർക്കും കോമൺ ആയിട്ട് ഒരു മോട്ടിവേഷൻ എന്നുള്ളതല്ല. നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഈ കോഴ്സിൽ ജോയിൻ ചെയ്യാം. നിങ്ങൾക്ക് സെക്രട്ടറി അസിസ്റ്റന്റ് സെയിൽസ്മാനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വലിയൊരു ഫീസാണ്, 3000-ന് അപ്പുറത്തുള്ള ഫീസാണ് വെച്ചിരുന്നത്. പക്ഷേ നമ്മൾ ഇതേപോലെ നമ്മൾ പറയാണ്, അസിസ്റ്റന്റ് സെയിൽസ്മാൻ ജോയിൻ ചെയ്യുന്നവർക്ക്, ഈ വീഡിയോ കണ്ട് ജോയിൻ ചെയ്യുന്ന 100 പേർക്ക് 999 രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ കോഴ്സിൽ ജോയിൻ ചെയ്യാം. ധൈര്യമായിട്ട് ജോയിൻ ചെയ്യാം. ഇതിന്റെ ഒരു ഗുണം എന്ന് പറയുമ്പോൾ നമുക്ക്, അതായത് ഈ വർഷം വരാൻ വേണ്ടി പോകുന്ന പരീക്ഷകൾക്കൊക്കെ ഉപകാരപ്പെടുന്ന ക്ലാസ്സാണ്. അതായത് അസിസ്റ്റന്റ് സെയിൽസ് മാത്രമല്ല സാറേ, BFA, പിന്നെ നമ്മുടെ വെബ്കോ, LDC, 10th മെയിൻസ് എല്ലാത്തിനും ഒറ്റ കോഴ്സ് എടുത്താൽ മതി. അതായത് നമ്മൾ ഈ അസിസ്റ്റന്റ് സെയിൽസ്മാൻ എന്ന് പറഞ്ഞ് കാണപ്പെടുന്ന കോഴ്സ് നമ്മുടെ കോഴ്സിൽ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ വരുന്ന ഈ പരീക്ഷകളെല്ലാം എല്ലാം എഴുതാം. പിന്നെ നിങ്ങൾ ചോദിക്കുക അതിനൊക്കെ പുതിയ ക്ലാസ് ആണോ? എല്ലാം പുതിയ ക്ലാസ്സാണ്. അതായത് നവംബർ, ഡിസംബർ, ജനുവരി. ഇപ്പോൾ സാറ് ഇരിക്കുന്ന നമ്മുടെ സ്റ്റുഡിയോയിൽ സാറ് ലൈവ് അടുത്ത റെക്കോർഡിങ് എടുത്തുകൊണ്ടിരിക്കുകയാണ് ക്ലാസ്. അപ്പൊ അതിനിടയിലാണ് നമ്മളിങ്ങനെ ഒരു വീഡിയോ ക്ലാസ് നമ്മൾ ചെയ്യുന്നത്. മുഴുവൻ സാറ് ഇവിടുത്തെ ഏകദേശം അധ്യാപകരൊക്കെ സാർ കണ്ടു. എങ്ങനെ തോന്നുന്നു സാർ ഇതുവരെ ക്ലാസ്സുകൾ എന്ന് വെച്ചാൽ അവരൊക്കെ ഭയങ്കര ടീമാണ്. നമ്മളിപ്പോ പലപ്പോഴും പല ഈ ചാനലുകളിലും കാണുന്ന പോലെയല്ല, ആ ക്ലാസിന്റെ ഡെപ്ത് അറിയണമെങ്കിൽ നമുക്ക് അവരുടെ ക്ലാസ്സുകൾ കാണാം. സാർ അതിന് വേണ്ടി നമ്മൾ സംവിധാനം ചെയ്തിട്ടുണ്ട്. അത് നമ്മുടെ ആപ്പിൽ കയറിയിട്ട് ഡെമോ ക്ലാസ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ആ ഡെമോ ക്ലാസ് 1 രൂപയാണ്. അതിൽ ക്ലിക്ക് ചെയ്ത് ബൈ നൗ കൊടുക്കുമ്പോൾ 1 രൂപ നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ, നിങ്ങൾ ഗൂഗിൾ പേ ചെയ്ത 1 രൂപ കൊടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് 50 ക്ലാസ് കാണാം. 1 രൂപയ്ക്ക് 50 ക്ലാസ് കാണാം. നിങ്ങൾ നോക്കുക. നിങ്ങൾ അപ്പൊ ഇത്രയും കള്ളത്തിനുണ്ടായിരുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുമായിരുന്നു? ബെസ്റ്റ് ക്ലാസ് മാത്രമേ ഇടൂ. 50 ക്ലാസ്, അത് 1050 ക്ലാസ്. നീ വേണമെങ്കിൽ 1100 ക്ലാസ് വേണമെങ്കിൽ തരാൻ നമ്മൾ തയ്യാറാണ്. എനിക്ക് തോന്നുന്നില്ല 1 രൂപയ്ക്ക് 50 ക്ലാസ് ആരും കൊടുക്കത്തില്ല. എല്ലാവരും നമ്മുടെ ഉറപ്പാണ്. അതെ, ഉറപ്പാണ്. ഇത് എൻ്റെ 2 ക്ലാസ് ഉണ്ട്, സാറിന് 2 ക്ലാസ് ഉണ്ട്. ഓരോ അധ്യാപകരുടെ 2 3 ക്ലാസ് ആണ്. അങ്ങനെ 50 ക്ലാസ് നിങ്ങൾക്ക് ഇതിനകത്ത് കാണാൻ പറ്റും. അതുകൊണ്ട് ഹാജാസ് ക്ലാസ്സസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ കുറച്ച് കാലം നമ്മുടെ യൂട്യൂബൊക്കെ ഒന്ന് ഡൗൺ ആയി പോയി ഇതാണ്.
പോയതാണ്. അതിന് കുറച്ച് റീസൺ ഉണ്ട്. പക്ഷേ നിങ്ങൾ അതിൻ്റെ ഹാജാസ് ക്ലാസ്സസിൻ്റെ പഴയ ക്ലാസ്സുകളൊക്കെ എടുത്ത് നോക്കിയാൽ സയൻസിലൊക്കെ എല്ലാ വീഡിയോസും 1 ലക്ഷത്തിന്. എന്തിനാ ഞാൻ ഈ കുറച്ചു കാലം മുമ്പ് നമ്മൾ നിങ്ങളുടെ സീനിയേഴ്സ് ആയ ആളുകളുണ്ടോ ചില പഠിക്കുന്നത്, അവരോടൊക്കെ ചോദിച്ചു, അല്ലെങ്കിൽ നിങ്ങൾ പോകുന്ന ഏരിയയിൽ സാറിന് അറിയാത്ത ആൾക്കാരില്ല. ഇല്ല. അത്രയേറെ വർഷങ്ങളുടെ എക്സ്പീരിയൻസ് ഉണ്ട്. അത് നമ്മൾ ഒരു കാലത്ത് ഒരു ഡെഫിനിഷൻ തന്നെ ഉണ്ടായിരുന്നു. PSC പരീക്ഷ എഴുതാൻ പോണോ, സയൻസ് ക്ലാസ് ഹാജ സാറിൻ്റെ കാണണം എന്ന് പറഞ്ഞൊരു ഡെഫിനിഷൻ തന്നെ നമ്മൾ ഉണ്ടാക്കി. നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണ്. പക്ഷേ ഈ PSC ഉദ്യോഗാർത്ഥികളല്ല. പക്ഷെ ഇപ്പം നമ്മൾ അതെങ്ങനെയാണ്, ഇനി ഞാനൊരു കാര്യം പറയട്ടെ, എല്ലാത്തിൻ്റെയും വിജയം എന്ന് പറയുന്നത് കൺസിസ്റ്റൻസിയാണ്. നമ്മൾ തുടർച്ചയായ ഒരു കാര്യം ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ യൂട്യൂബ് ചാനൽ ഡൗൺ ആവാനും ഒരു പ്രധാന കാരണം കൺസിസ്റ്റൻ്റ് അല്ലാതെ വീഡിയോ ഇട്ടത് കൊണ്ട് തന്നെയാണ്. അതിന് എത്ര വലിയ പുലി എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. പക്ഷേ ഈ ചാനലിനെ ഒന്ന് ഫ്രണ്ടിലോട്ട് കൊണ്ടുവരാനൊക്കെ നിങ്ങൾ വിചാരിച്ചാൽ നിങ്ങളുടെ ഒരു ലൈക്ക്, നിങ്ങളുടെ ഒരു ഷെയർ, നിങ്ങളുടെ സബ്സ്ക്രൈബ്, ഇത് മാത്രം മതി. ഈ ചാനൽ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ ഇതിനകത്തുള്ള പീരിയോഡിക് ടേബിള്, അല്ലെങ്കിൽ ചലന സമവാക്യങ്ങൾ, അല്ലെങ്കിൽ ഹൃദയം, ഇതിൻ്റെയൊക്കെ ക്ലാസ്സുകൾ, വൈറ്റമിൻ, ഇതൊക്കെ ക്ലാസ് എടുത്ത് നോക്കി ഇതെല്ലാം 1 ലക്ഷത്തിന് പുറത്ത് ആൾക്കാർ കണ്ടിട്ടുണ്ട്. ഒരാൾ പോലും, ഞാൻ എപ്പോഴും ഈ നമ്മുടെ യൂട്യൂബ് സ്റ്റുഡിയോയിൽ നോക്കുമ്പോഴത്തേക്കും ഓരോരുത്തരും ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, കാരണം അവരെല്ലാം ജോലിയിൽ കയറി ഈ ക്ലാസ്സുകൾ പലരും കണ്ടു കഴിഞ്ഞാൽ അവർ എന്നിട്ട് വന്ന് ഇവിടെ ഒന്ന് കമന്റ് ചെയ്യുന്നവരുണ്ട്. അപ്പം എന്തായാലും നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ ഞാനും പ്രശാന്ത് സാറിനെ പോലുള്ള ഏറ്റവും പ്രഗത്ഭരായ അധ്യാപകരുണ്ട്, വിജു സാറ്, സലീം സാർ, ഇവരൊക്കെ ഭയങ്കര എക്സ്പെർട്ട്, നമ്മളെക്കാളും ഒക്കെ എക്സ്പെർട്ടാണ്. നമ്മളെക്കാളും ഒക്കെ നമ്മുടെ ക്ലാസ് ഒക്കെ ഇതിന്റെ താഴെ നിൽക്കുള്ളൂ. അതുപോലെ പ്രമുഖരായ പല സ്ഥാപനങ്ങളും ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നു. അതെ, പലരും നമ്മളിപ്പോ ഇവിടെ പഠിപ്പിക്കുന്ന അധ്യാപകർ ഇന്ന സ്ഥലത്ത് മാത്രം അങ്ങനെയൊന്നും പറയാറില്ല. അവർക്ക് എവിടെ വേണമെങ്കിലും പോയി പഠിക്കാം. കാരണം ഈ പഠിപ്പിക്കുന്നതിന് ഒരു ബൗണ്ടറി നമ്മൾ ഉണ്ടാക്കാറില്ല. അതൊരു സ്വാർത്ഥതയാണ്. സാർ ഇവിടെ മാത്രമേ വരാവൂ, അല്ലെങ്കിൽ സാർ അപ്പുറത്ത് പോകരുത്, ഇങ്ങനെയൊന്നുമില്ല. സാറിന് ഇഷ്ടമുള്ളിടത്ത്. കാരണം നമ്മളെ സംബന്ധിച്ച് നമ്മുടെ കാര്യങ്ങളൊക്കെ നമ്മുടെ ക്ലാസ്സിലേക്ക് വരുമ്പോൾ നമുക്ക് വേണ്ട കറക്റ്റ് കോണ്ടന്റ് കൃത്യമായി കിട്ടുന്നുണ്ടോ, ക്ലാസ് കിട്ടും, അത് മാത്രം നമ്മൾ നോക്കിയാൽ മതി. നമ്മുടെ ഉദ്യോഗാർത്ഥികളെ നമ്മൾ വിശ്വസിക്കുമ്പോൾ നമ്മൾ അവർക്ക് വേണ്ടത് നമ്മൾ കൊടുക്കുന്നു. അപ്പൊ എല്ലാ ഉദ്യോഗാർത്ഥികളും ഈ 2025 ഉദ്യോഗാർത്ഥി എന്നുള്ളത് മാറ്റി ഉദ്യോഗസ്ഥർ എന്ന് മാറണം. അതാണ് നമ്മുടെ ആഗ്രഹം. അതാണ്. നിങ്ങൾ ജോലിയിൽ കയറുമ്പോൾ നിങ്ങൾ ആരെങ്കിലും ഒരു ഫോൺ ചെയ്ത് സാറിന്റെ ക്ലാസ്സുകൾ ഒരുപാട് ഉപകാരപ്പെട്ടു, സാറിന്റെ അഡ്വൈസുകൾ, സാറിന്റെ മോട്ടിവേഷൻ എല്ലാം ഉപകാരപ്പെട്ട് നമ്മൾ ജോലിയിൽ കയറി. സാർ, നിങ്ങളൊരു കാര്യം കൂടെ മനസ്സിലാക്കിക്കോ. ലാസ്റ്റ് ഒരു പോയിന്റ് പറഞ്ഞ് നിർത്തുകയാണ്. ജോലി ഇല്ലാത്ത നമ്മളും ജോലിയിൽ പ്രവേശിച്ച് നമ്മളും തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട്. ആ അന്തരം വലുതാണ്, ഭയങ്കരമാണ്. ജോലി ഇല്ലാതെ നിൽക്കുന്ന നമ്മളും ജോലിയിൽ പ്രവേശിക്കുന്ന നമ്മളും തമ്മിൽ. കാരണം ഇവിടെ നമുക്ക് നമ്മുടെ ആപ്പിനകത്ത് തന്നെ ഒരു സാർ ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു. സാർ വന്ന് പഠിപ്പിച്ചുകൊണ്ടിരുന്ന സമയത്ത് സാറിന് ജോലിയില്ല. പക്ഷെ പഠിപ്പിച്ച് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴും സാറിന് ജോലിയായി. ജോലി കിട്ടി കഴിഞ്ഞപ്പോൾ സാറ് എൻ്റെ അടുത്ത് പറഞ്ഞു, സാർ ഇതൊരു വലിയ ഡിഫറൻസ് ആണ്. അപ്പൊ എന്തായാലും നിങ്ങൾ ഈ 2020 നമ്മള് സാറേ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പൊ നിൽക്കുന്ന നമ്മൾ ഒരു സർക്കാർ ഓഫീസ് കയറി ചെന്ന അവിടെ ഉണ്ടാകുന്ന കുറച്ച് ഒരു അരമണിക്കൂറൊക്കെ നമ്മൾ ആ ആൾക്കാരെ കണ്ടു നോക്കാം. നമുക്ക് ആ ഡിഫറൻസ് സെക്രട്ടേറിയറ്റ് കയറിയിട്ടുണ്ടോ? സെക്രട്ടേറിയറ്റ് കയറി കഴിഞ്ഞാൽ നമ്മൾ ജന്മം എത്ര എടുത്താലും കഷ്ടപ്പെട്ട് അവിടെ കയറണം തോന്നും. ആ ഒരു ഫീലാണ്. അതെ. എടാ, അപ്പൊ നിങ്ങളെല്ലാവരും ഒന്ന് ജോലി കയറണേടാ. നമ്മൾ ഹൃദയത്തിൽ തൊട്ട് പറയാണ് നിങ്ങൾക്ക് ജോലി കയറാൻ പറ്റൂടാ. നിങ്ങൾക്ക് അതിനുള്ള കപ്പാസിറ്റി ഉണ്ടടാ. അപ്പൊ അതെല്ലാവരും എന്ത് ചെയ്യുക, ജോലി കയറാൻ നിങ്ങൾക്ക് ധൈര്യമായി വിശ്വസിച്ച് വരാം. അതെ, നിങ്ങൾ വിശ്വസിച്ച് വന്നോ, നമ്മൾ നല്ല കിടിലമായിട്ട് ക്ലാസ് തരും. നിങ്ങളെ പറ്റിക്കത്തില്ല. 100% 100% ഗ്യാരണ്ടിയോടെ ക്ലാസ് തരും. അപ്പൊ എല്ലാവരും നന്നായിട്ട് പഠിക്കുക, ദൈവവിശ്വാസത്തോടെ മുമ്പോട്ട് പോവുക. നമുക്ക് വീണ്ടും കാണാം. ബൈ.